എല്ലാവർക്കും സ്ട്രോബെറി ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഗീതു. എത്ര കഴിച്ചാലും വീണ്ടും കഴിക്കാൻ തോന്നുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് റെസിപ്പിയാണ് ഇന്നത്തേത്. എഗ്ലെസ് കാരമൽ കസ്റ്റാർഡ് ബ്രെഡ് പുഡിംഗ്. ഇതിൽ ജെലാറ്റിനും ചൈനാഗ്രാസും ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇത് നമ്മൾ ആവിയിൽ വേവിച്ചാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് വേവിക്കുന്ന സമയം ഒഴിവാക്കിയാൽ വെറും 10 മിനിറ്റത്തെ പ്രിപ്പറേഷൻ മതി ഇത് തയ്യാറാക്കാൻ. നമ്മുടെ ചാനലിനെ ഒരുപാട് സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന സബ്സ്ക്രൈബർ ഗണയുടെ ബർത്ത്ഡേ ആണിന്ന്. ഹാപ്പി ബർത്ത്ഡേ ഡിയർ ഗണ. ആദ്യം നമ്മൾ പുഡിങ്ങിലേക്കുള്ള കാരമലാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിനു മുന്നേ ആയിട്ട് പുഡിംഗ് സെറ്റ് ചെയ്യാനുള്ള പാത്രം ഒന്ന് ഗ്രീസ് ചെയ്ത് വയ്ക്കാം. ഞാനിവിടെ കുറച്ച് ബട്ടർ യൂസ് ചെയ്താണ് ഈ ഒരു പാത്രം ഗ്രീസ് ചെയ്യുന്നത്. 6 ഇഞ്ചിൻ്റെ ഒരു ടിന്നാണ് ഞാനിതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. പുഡിംഗ് റെഡിയായി കഴിയുമ്പോൾ ഈസി ആയിട്ട് ഡീമോൾഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിത് ഗ്രീസ് ചെയ്യുന്നത്. ഇനി ഇത് മാറ്റി വയ്ക്കാം. അടുത്തതായി കാരമൽ റെഡിയാക്കാനായി ഒരു പാൻ ചൂടാകാനായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കുന്നു. പഞ്ചസാരയുടെ അളവ് നമ്മൾ പുഡിംഗ് സെറ്റ് ചെയ്യാൻ എടുക്കുന്ന പാത്രത്തിൻ്റെ അളവനുസരിച്ച് മാറും. നമുക്കൊരു തിൻ കാരമൽ ലെയറാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ 6 ഇഞ്ച് ടിന്നിലേക്കാണെങ്കിൽ ഈ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കരിച്ചാൽ മതി. ഇനി അഥവാ നിങ്ങൾ 6 ഇഞ്ചിലും വലിയ ടിന്നാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നതെങ്കിൽ കൂടുതൽ പഞ്ചസാര കരിച്ചെടുക്കണം. ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്ത് തുടങ്ങാം. പഞ്ചസാരയൊന്ന് അലിഞ്ഞു തുടങ്ങുമ്പോഴേക്കും ഫ്ലെയിം ലോയിലേക്ക് മാറ്റാം. പഞ്ചസാര ഒരു 1/4 ഭാഗം ഉരുകിയാൽ പിന്നെ ഇളക്കി തുടങ്ങാം. അതല്ലെന്നുണ്ടെങ്കിൽ പാൻ ചുറ്റിച്ചു കൊടുത്ത് പഞ്ചസാര മുഴുവൻ ഉരുക്കിയെടുക്കാം. പഞ്ചസാര മുഴുവൻ ഉരുകി ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ ഇത് പുഡിംഗ് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് മാറ്റണം. ഷുഗർ ഒത്തിരി കാരമലായി ആ ബ്രൗൺ കളർ വന്നാൽ പുഡിങ്ങിന് ഒരു കയ്പ്പ് രസം വരും. അതുകൊണ്ട് ജസ്റ്റ് ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ നമുക്കിത് പുഡിംഗ് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒഴിക്കാം. അഥവാ നിങ്ങൾക്ക് കാരമൽ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കുറച്ചുകൂടെ കാരമൽ ചെയ്തെടുക്കാം. ഇനി പാത്രം എടുത്തൊന്ന് ചുറ്റിച്ച് കാരമൽ എല്ലാ വശങ്ങളിലേക്കും എത്തിക്കാം. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു 5 മിനിറ്റ് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ ഈ സമയത്ത് ഇതിലേക്കുള്ള ബാക്കി പ്രിപ്പറേഷൻസ് നമുക്ക് ചെയ്യാം. ഇനി ഇതിലേക്കുള്ള ബ്രെഡ് റെഡിയാക്കാം. ഇതിലേക്ക് 6 തൊട്ട് 8 സ്ലൈസ് വരെ ബ്രെഡ് വേണ്ടി വരും. അപ്പം ബ്രെഡിൻ്റെ കനം അനുസരിച്ച് അതിൻ്റെ എണ്ണം തീരുമാനിക്കാം. നല്ല കനമുള്ള ബ്രെഡാണെങ്കിൽ 6 എണ്ണം മതി. കനം കുറഞ്ഞതാണെങ്കിൽ 8 എണ്ണം എടുക്കണം. അപ്പോൾ ഈ ബ്രെഡിൻ്റെ സൈഡിലുള്ള കട്ടിയുള്ള ഈ ബ്രൗൺ തൊലി നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. ഇതിൻ്റെ നടുഭാഗത്തെ വൈറ്റ് പോർഷൻ മാത്രമാണ് നമ്മൾ പുഡിങ്ങിലേക്ക് എടുക്കുന്നത്. ഇനി നമ്മളിത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചാണ് എടുക്കുന്നത്. അപ്പം മിക്സിയിൽ എളുപ്പത്തിൽ പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടി ഇത് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചുകൂടി എടുക്കാം. ഞാനിവിടെ വൈറ്റ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. പുഡിങ്ങിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് വൈറ്റ് ബ്രെഡ് എടുത്താലാണ്. പിന്നെ നിങ്ങൾക്ക് വീറ്റ് ബ്രെഡ് വേണമെങ്കിലും എടുക്കാം. അപ്പം വീറ്റ് ബ്രെഡാണ് എടുക്കുന്നതെങ്കിൽ മിൽക്ക് വീറ്റ് ബ്രെഡ് എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ മധുരം ഉള്ളതാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. ഇപ്പോഴിത് എല്ലാ ബ്രെഡും കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് പൊടിച്ചെടുക്കാനായിട്ട് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇടാം. ഇതിനി നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോഴീ ബാക്കി വന്ന പുറന്തൊലി കളയണ്ട. ഇതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് തയ്യാറാക്കാൻ പറ്റും. ആ ഒരു റെസിപ്പി മറ്റൊരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം. ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് പൊടിഞ്ഞ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. 8 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. അതായത് 1/2 കപ്പ് പഞ്ചസാര. അപ്പം പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് കസ്റ്റർഡ് പൗഡറാണ്. അപ്പോൾ അത് ചേർക്കുന്നതിന് മുന്നേ അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. 3 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാല് ചേർക്കാം. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. കട്ടകളൊന്നുമില്ലാതെ നല്ല സ്മൂത്ത് ആക്കിയെടുക്കാം. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട്. ഇതിനി മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കാം. ഇനി ഇതിലേക്ക് ബാക്കി പാല് കൂടി ചേർക്കാം. 1/2 കപ്പ് പാല് കൂടി ഒഴിക്കുന്നുണ്ട്. അതായത് മൊത്തത്തിൽ 2 കപ്പ് പാല് നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ഈ ഒരു കപ്പ് 250 ml ആണ്. അതായത് 2 കപ്പ് എന്ന് പറയുമ്പം 500 ml, 1/2 ലിറ്റർ പാലാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ അതിന് മുന്നേ മിക്സിയുടെ ജാറിലെ ബ്ലേഡ് സ്റ്റക്ക് ആവാതിരിക്കാൻ വേണ്ടി ഒരു സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഞാനിവിടെ ഒരു 15 സെക്കൻഡ് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് സ്റ്റീം ചെയ്താണ് വേവിക്കുന്നത്. അതിനായി ഒരു വലിയ പാൻ എടുത്തിട്ടുണ്ട്. ഇതിലൊരു സ്റ്റീൽ തട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. 2-3 കപ്പ് വെള്ളം ഒഴിക്കാം. ഇനി ഇതിലേക്ക് പുഡിംഗ് സെറ്റ് ചെയ്യാനുള്ള ട്രേ വയ്ക്കാം. ഇതിൽ നമ്മൾ ഒഴിച്ച കാരമൽ ഈ ഒരു സമയം കൊണ്ട് നന്നായി തണുത്ത് സെറ്റായിട്ടുണ്ട്.
ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഒഴിക്കാം. 6 ഇഞ്ച് ബേസും 2 ഇഞ്ച് ഹൈറ്റുമുള്ള ഒരു പാത്രത്തിലാണ് നമ്മളിപ്പോൾ പുഡിംഗ് സെറ്റ് ചെയ്യുന്നത്. നമ്മുടെ പുഡിംഗ് ഈ ഒരു പാത്രം നിറയെ ഉണ്ട്. അപ്പോൾ ഈ ഒരു അളവിലാണ് പുഡിംഗ് തയ്യാറാക്കുന്നതെങ്കിൽ മിനിമം ഈ ഒരു സൈസിലുള്ള പാൻ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇത് വേണമെങ്കിൽ അടച്ചു വയ്ക്കാം. ഇത് നിറയെ ഉള്ളത് കൊണ്ട് ഞാൻ കവർ ചെയ്യുന്നില്ല. വെള്ളം നന്നായി തിളച്ച് ആവി വന്നു തുടങ്ങിയാൽ ഫ്ലെയിം ലോയ്ക്കും മീഡിയത്തിനും ഇടയിലേക്ക് മാറ്റി മൂടി വെച്ച് വേവിക്കാം. 30 തൊട്ട് 40 മിനിറ്റ് വരെ എടുക്കും ഇത് വേവായി കിട്ടാൻ. ഇത് വേവാനെടുക്കുന്ന സമയം നമ്മൾ പുഡിംഗ് സെറ്റ് ചെയ്യാൻ എടുക്കുന്ന പാത്രത്തിൻ്റെ സൈസ് അനുസരിച്ചിരിക്കും. ഞാനിവിടെ 2 ഇഞ്ച് ഹൈറ്റുള്ള പാത്രം ആയതുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത്. നല്ല പരന്ന പാത്രത്തിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിലും പെട്ടെന്ന് വേവായി കിട്ടും. ഇപ്പോഴൊരു 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പാകത്തിന് വേവായിട്ടുണ്ട്. അപ്പോൾ ഇത് വേവായോ എന്നറിയാൻ വേണ്ടി ഒരു സ്പൂൺ കൊണ്ട് ഇതിൻ്റെ മുകളിൽ ഇതുപോലൊന്ന് തൊട്ട് നോക്കുക. അപ്പോൾ തിക്കായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ വേവായി എന്ന് മനസ്സിലാക്കാം. അപ്പോൾ എല്ലായിടും ഒന്ന് നോക്കണം, സെൻറ്റർ പ്രത്യേകിച്ച്. സെൻറ്റർ പോർഷനാണ് അവസാനമായിട്ട് വേവായി കിട്ടുന്നത്. ഇനി ഇത് തണുക്കാനായി മാറ്റി വയ്ക്കാം. റൂം ടെമ്പറേച്ചറിൽ വെച്ച് നന്നായി തണുത്തതിന് ശേഷം 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചുകൂടി തണുപ്പിക്കാം. അതായത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം എടുത്തതാണ്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൻ്റെ സൈഡ് ഭാഗം വിട്ടുപോരുമോ എന്ന് നോക്കണം. വിട്ടുപോരുന്നില്ലെങ്കിൽ ഒരു കത്തി കൊണ്ടൊന്ന് ക്ലിയർ ചെയ്തിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ എഗ്ലെസ് കാരമൽ കസ്റ്റർഡ് ബ്രെഡ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മുറിച്ച് നോക്കാം. നിങ്ങളെല്ലാവരും ഈ പുഡിംഗ് ഒന്ന് തയ്യാറാക്കി നോക്കണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം, നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ റെസിപ്പികൾ നോക്കി തയ്യാറാക്കുന്ന വിഭവങ്ങളുടെ ഫോട്ടോസ് ഞങ്ങൾക്ക് ഫേസ്ബുക്ക് പേജിലൂടെ ഷെയർ ചെയ്യുക. അതല്ലെന്നുണ്ടെങ്കിൽ ഇമെയിൽ ചെയ്ത് തന്നാലും മതി. നമ്മൾ ഈ പുഡിങ്ങിന് വേണ്ടി കട്ട് ചെയ്ത് മാറ്റിയ ബ്രെഡിൻ്റെ പുറന്തൊലി കൊണ്ടുള്ള സ്നാക്കിൻ്റെ റെസിപ്പി ഉടനെ തന്നെ ഷെയർ ചെയ്യും. നിങ്ങളെല്ലാവരും മറക്കാതെ കാണണം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ വീഡിയോ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്ത് ഞങ്ങളുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുകയും ചെയ്യണം. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും നന്ദി.